ഇനി നമ്മൾ വ്ളോഗിങ് സ്റ്റാർട്ട് ചെയ്യും കേട്ടോ. പണ്ടത്തെ അജൊക്കെ ഇപ്പോൾ വ്ളോഗർ ചെയ്യുന്നു. ഓ അൽ നാണു ക്ലിനിക്ക് പോയിട്ട് വരാം. അസമോടെ ഹായ് പറയും. അസം അൽ നാണു ടു. ഞാൻ പോയേരാം. കോവിഡ് കാലത്തായിരുന്നു നമ്മുടെ യൂട്യൂബ് ചാനൽ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത് 2020. അതിനുശേഷം ഇപ്പം അഞ്ചോളം വർഷം കഴിഞ്ഞു. നമ്മൾ മറ്റുള്ള ഒരുപാട് തിരക്കുകളിലായതുകൊണ്ട് തന്നെ നമുക്ക് ചാനലിൽ കൺസിസ്റ്റൻസി കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല. അന്ന് ചാനൽ സ്റ്റാർട്ട് ചെയ്തവരൊക്കെ ഇപ്പം ഒന്ന് മില്യണേഴ്സും മില്യൺ ഫോളോവേഴ്സൊക്കെ ആയി. ഏതായാലും കഴിഞ്ഞ 5 വർഷത്തിൽ ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചു. ഒരുപാട് ട്രാജഡി, ഒരുപാട് കോമഡി, അതുപോലെ തന്നെ ലൈഫിൽ വളരെ പ്രധാനപ്പെട്ട ഒരുപാട് ടേണിംഗ് പോയിന്റുകൾ. ഇതൊക്കെയാണ് കഴിഞ്ഞൊരു 5 വർഷം എൻ്റെ ഒരു ലൈഫിലുണ്ടായത്. നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം, അല്ലെങ്കിൽ നമ്മളെപ്പോഴും സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതത്തിലൊരു സമാധാനം ഉണ്ടാവുക എന്നുള്ളതാണല്ലോ. സോ ഈ സമാധാനം ഓരോ ആളുകൾക്കും ഓരോ രീതിയിലാണ്. ഇപ്പോൾ നമ്മൾ ബിസിനസ്സിൽ സക്സസ് എന്ന് പറയുന്ന പോലെയാണ്. സക്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ വ്യക്തികൾക്കും ഓരോ രീതിയിലാണ് സക്സസ് ഉണ്ടാവുക. അത് ഓരോരുത്തരുടെ കാഴ്ചപ്പാടായിരിക്കും. പക്ഷെ ലൈഫിൽ സമാധാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഹാപ്പിനെസ് എന്ന് പറയുന്നത് മനസ്സിലാണ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലേ. സോ അതിന് നമുക്ക് ഏറ്റവും നമ്മൾ ഫുൾഫിൽ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സെക്യൂരിറ്റി എന്നുള്ളൊരു കാര്യമാണ്. അതായത് ബേസിക്കലി നമ്മളൊരു ബിസിനസ് തുടങ്ങുകയാണെങ്കിലും അതല്ലെങ്കിൽ ജോബാണെങ്കിലും നമുക്ക് നമ്മുടെ ഒരു നീഡ് ഫുൾഫില്ല് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സോ ഇപ്പം നമ്മുടെ ആളുകളൊക്കെ അല്ലെങ്കിൽ നമ്മുടെ മക്കളാണെങ്കിലും എല്ലാവരും ഡിസപ്പോയിൻറ്റഡ് ആവണത് അല്ലെങ്കിൽ ഡിപ്രഷൻ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്നത് ഈ നീഡ് ഫുൾഫിൽ ചെയ്യാത്തതിൻ്റെ പേരിലല്ല. പണ്ടത്തെ കാലത്തൊക്കെ അങ്ങനെയാണ്, നമുക്ക് ഫുഡില്ല, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ. ഇപ്പോൾ ആളുകൾ ഡിപ്രഷൻ ആവുന്നതും ഡിസപ്പോയിൻ്റ് ആവുന്നതും ഒക്കെ വാണ്ട് ബേസ് ചെയ്തിട്ട് നമുക്ക് അത്യാവശ്യമല്ലാത്ത കാര്യങ്ങൾ നമ്മൾ അത്യാവശ്യമാണെന്ന് ചിന്തിക്കുകയും അത് അച്ചീവ് ചെയ്യാൻ നമുക്ക് പറ്റാത്ത ഇതിനെ കൊണ്ടുള്ള ഒരുപാട് പ്രോബ്ലംസാണ് ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത്, കണ്ടുകൊണ്ടിരിക്കുന്നത്. സോ ഇതിനെന്താണ് സൊല്യൂഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒന്ന് ഒരു ഫാമിലി ബോണ്ടിങ് നമ്മൾ കൂട്ടുക, റിലേഷൻഷിപ്പ് കൂട്ടുക, അതുപോലെ തന്നെ അവയർനെസ് അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ, ആ ഒരു ഏരിയയിൽ എന്താണ് ലൈഫ് എന്നുള്ളതും, അതുപോലെ ഓരോ കാര്യങ്ങളും കാറ്റഗറൈസ് ചെയ്തുകൊണ്ട് എന്ത് എപ്പോൾ നമ്മൾ നേടേണ്ടത്, അതല്ലെങ്കിൽ നമ്മുടെ മുന്നേ വന്നു പോയിട്ടുള്ള സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകളുടെ ലൈഫ് കണ്ടുകൊണ്ട് എന്ത് ചെയ്യാം നമുക്ക് തീരുമാനിക്കാം ഒരു ഏത് ഏജിലാണ് സക്സസ് ആയതെന്നുള്ളത്. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഇപ്പോൾ കറൻ്റ്ലി ലാസ്റ്റ് ഒരു 2-3 ഇയേഴ്സ് ആയിട്ട് സോഷ്യൽ മീഡിയൻ്റെ ഒരു ഭയങ്കര ഇൻഫ്ലുവൻസ് വന്നിട്ടുള്ളത്. സോ അതുകൊണ്ട് തന്നെ ഒരുപാട് സക്സസ് സ്റ്റോറീസ് നമുക്ക് കാണാനും കേൾക്കാനും പറ്റും. പക്ഷേ നമ്മളൊക്കെ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ പെട്ടെന്ന് ഉണ്ടാവുന്ന അല്ലെങ്കിൽ കഴിഞ്ഞൊരു 3 വർഷം കൊണ്ടുണ്ടായ സക്സസ് എന്നുള്ളതാണ്. അത് ഒരിക്കലും അങ്ങനെയല്ല. അവരുടെ ലൈഫിലൊരു 10, 15, 20, 25 വർഷമൊക്കെ അവർ അധ്വാനിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് അവർക്കൊരു സക്സസ് എത്തുന്നത്. പക്ഷേ നമ്മുടെ ഈ ഒരു സോഷ്യൽ മീഡിയ ബൂമിങ് കൊണ്ട് നമ്മളത് എല്ലാവരും അത്രയും പെട്ടെന്ന് അറിയുകയും വിത്തിൻ സെക്കൻഡ്സ് നമുക്ക് ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും എത്തിക്കാവുന്ന രീതിയിലായതുകൊണ്ട് നമ്മൾ തെറ്റിദ്ധരിക്കപ്പെടുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ യങ് ജനറേഷൻ കൂടുതൽ അങ്ങനത്തെ കാര്യങ്ങൾ ഫോളോ അപ്പ് ചെയ്യുകയും പ്രോപ്പറായിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ നമ്മൾ വീട്ടിൽ നിന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അവർക്കൊരു ബിസിനസ് ഹാൻഡിൽ ചെയ്യാനുള്ള അല്ലെങ്കിൽ ഒരു സ്ഥാപനം തുടങ്ങാനുള്ള ഒരു കറേജ്, അതല്ലെങ്കിൽ കറേജ് അവർക്കുണ്ടാവും ചിലപ്പോൾ, പക്ഷേ അതിനുള്ളൊരു നോളജ്, ഒരു മെച്യൂരിറ്റി ഉണ്ടോ എന്നുള്ളത് എപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. സോ എല്ലാവരും ബിസിനസ് എന്നുള്ള കോൺസെപ്റ്റിലേക്ക് വരുന്ന സമയത്ത് നന്നായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താ വെച്ചാൽ നമ്മുടെ ഹാപ്പിനെസ്സിനെ കുറിച്ചാണ്. സന്തോഷം ഓഫ് കോഴ്സ് അത് ഫിനാൻസുമായിട്ട് കണക്ട് ചെയ്തിട്ടൊരു സംഗതിയാണെങ്കിലും നമ്മൾ ശ്രദ്ധിക്കേണ്ട 2 കാര്യം, ഒന്ന് ക്വാളിറ്റി ഓഫ് മണിയും അതുപോലെ തന്നെ ക്വാണ്ടിറ്റി ഓഫ് മണിയും. പല ആളുകളും ഈ ഒരു ക്വാണ്ടിറ്റി ഓഫ് മണി, ഒരുപാട് പൈസ ഉണ്ടാകുമ്പോൾ സന്തോഷം കിട്ടും എന്നുള്ളൊരു
കാര്യമുണ്ട്. പക്ഷേ അത് അൾട്ടിമേറ്റ്ലി ഒരു റോങ് ഇതിലേക്ക് അല്ലെങ്കിൽ മോശപ്പെട്ട ഒരു കാര്യത്തിലേക്ക് എത്താൻ സാധ്യതയുണ്ട്. സോ എപ്പോഴും നമ്മൾ നമ്മുടെ മക്കളോ അനിയന്മാരോ അല്ലെങ്കിൽ ഹൂവർ ആരെങ്കിലും പുതിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിലും അതല്ലെങ്കിൽ ആ ഒരു പ്രൊഫഷണൽ ലൈഫിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ അവർക്ക് ആ ഒരു ക്വാളിറ്റി ഓഫ് മണീനെ കുറിച്ച് എന്ത് ചെയ്യണം നമ്മൾ സംസാരിക്കണം, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞു കൊടുക്കണം എന്നുള്ളതാണ്. നമ്മുടെ പൈസ എത്രത്തോളം ശുദ്ധമായിരിക്കണം, അതല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മളൊരു പൈസ ജനറേറ്റ് ചെയ്യേണ്ടത്. ഇപ്പോൾ നമ്മൾ ഒരു ബിസിനസ് ആണെങ്കിലും ഒരു സർവീസ് ആണെങ്കിലും നമ്മളൊരു സംതിങ് ഒരു എമൗണ്ട് ഒരാളെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്ന സമയത്ത് അദ്ദേഹം എത്രത്തോളം കഷ്ടപ്പെട്ടാണ് അത് ഉണ്ടാക്കിയിട്ടുള്ളത് എന്നുള്ളൊരു ചോദ്യം അവിടെ ഉണ്ടല്ലോ. അങ്ങനെ പറയുന്ന സമയത്ത് അപ്പോൾ ഈ ആൾ കഷ്ടപ്പെട്ട് ഏൺ ചെയ്ത ഒരു പൈസയാണ് നമുക്ക് തരുന്നത്. സോ അവിടെ അതിൻ്റെ ഒരു ഹക്കുണ്ട്. അവിടെ നമ്മൾ അദ്ദേഹം ഉദ്ദേശിച്ച രീതിയിലുള്ള ഒരു ക്വാളിറ്റി നമ്മൾ കൊടുക്കാതെ അയാൾ ചീറ്റ് ചെയ്യാന്നുള്ള ഒരു കോൺസെപ്റ്റിലേക്ക് നമ്മൾ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ശരിക്കും ഈ പൈസൻ്റെ ക്വാളിറ്റികൾ നഷ്ടപ്പെടും. അത് അൾട്ടിമേറ്റ്ലി നമ്മളെ ഒരു ലൈഫിൻ്റെ എൻഡിൽ നമുക്ക് എന്തുണ്ടാവും, മോശമായിട്ട് ബാധിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സോ നമുക്ക് ഏതായാലും കാണാം, സംസാരിക്കാം. താങ്ക് യു സോ മച്ച്.